സോയ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സോയ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒരു 2 കൈപ്പിടി സോയ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു മീഡിയം സൈസ് സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തക്കാളി 2 എണ്ണം, ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചതച്ചെടുത്തത്, വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചതച്ചെടുക്കാം. ഇത് കറുവാപ്പട്ട, ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു ഒരു 4 എണ്ണം. ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. ഇനി ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. ഇനി ഇത് പേസ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞോ ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അതും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിനു മുമ്പ് 2 റോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കടല റോസ്റ്റും ക്യാബേജ് റോസ്റ്റും. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ അത് ഇട്ടേക്കാം. എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അത് നന്നായിട്ടൊന്നും അതിൻ്റെ കുത്ത് മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ട് ചേർക്കുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി പച്ച ചുവ മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറേശ്ശെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ തക്കാളി ചേർക്കുക. തക്കാളി ഞാൻ ചെറിയ 2 എണ്ണമാണ് എടുത്തേക്കണേ. അത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി വലിയ തക്കാളിയാണെങ്കിൽ ഒരു വലിയ തക്കാളി, പുളിയില്ലാത്തതാണെങ്കിൽ പുളി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചേർക്കുക. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. മല്ലിയില ആദ്യം കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്, കാരണം ആ മല്ലിയിലയുടെ ആ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഫ്ലെയിം സിമ്മിലാക്കണം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കരുത്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കുഴഞ്ഞ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഉടയാത്ത തക്കാളി കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പതുക്കെ ചട്ടകം വെച്ച് ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഈ സമയത്ത് സോയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അത് കാണാൻ പറ്റുകയും ചെയ്യും. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചാൽ മതി, തിളയ്ക്കണമെന്നില്ല. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്രയും ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സവാളയിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വെന്തോന്ന് നോക്കണം. ഇപ്പോൾ വെന്ത് ഒരു പാകമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവിയോടെയാണ് വേണ്ടെങ്കിൽ ഈ പരുവത്തിൽ എടുക്കാം.
ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കുക, ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കുറുകിയാണ് വേണ്ടതെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പേസ്റ്റാക്കിയിട്ട് അതും ചേർക്കുക. ഞാനതൊന്നും ചേർക്കുന്നില്ല, സോയ റോസ്റ്റാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി സിമ്മിൽ വെച്ച് കുറച്ച് നേരം കൂടി അത് വറ്റിച്ചെടുത്തിട്ട് കുറേശ്ശെ എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ, സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.